IBS മറ്റ് ദഹന പ്രശ്നമുള്ളവർ എടുത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സപ്ലിമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ടുള്ളത് വിറ്റമിൻ B12 ആണ്. വിറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ അഥവാ വിറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങളായിക്കോട്ടെ സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായി അബ്സോർബ് ചെയ്യണമെങ്കിൽ കുടലിന് അതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കുടലിന്റെ ചലനത്തെ ബാധിക്കുന്ന IBS എന്ന രോഗമുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുടലിൽ ഓവറായിട്ട് ചീത്ത ബാക്ടീരിയ ഉണ്ടാക്കുന്ന സിബോ എന്ന അസുഖം ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും വിറ്റമിൻ B12ന്റെ ആഗിരണം ശരീരത്തിൽ ശരിയായി നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസി ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കൈകാലുകൾ വരവിപ്പുണ്ടാവാം. അതുപോലെ തന്നെ വായിൽ ഇതുപോലെ പുണ്ണ് റിക്കറന്റ് ആയിട്ട് വരുന്ന ടെൻഡൻസി ഒക്കെ കാണുന്നത് അതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് നമ്മൾ കഴിച്ചിരിക്കേണ്ട സപ്ലിമെന്റ് വൈറ്റമിൻ D ആണ്. അതുകൊണ്ട് തന്നെയാണ് IBS കുടലിലെ ചീത്ത ബാക്ടീരിയ പോലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിൽ ഇതുപോലെ വിട്ടുമാറാത്ത താരനും മുടി കൊഴിച്ചിലും ഡ്രൈ സ്കിന്നും അതുപോലെ തന്നെ മുഖത്ത് പല ഭാഗങ്ങളും വെളുത്ത പാട് പോലെയൊക്കെ കാണാനായിട്ടുള്ള കാര്യം ഈ വൈറ്റമിൻ D കുറഞ്ഞു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ D ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമായ സപ്ലിമെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ടുള്ളത് മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുടലിലെ ചലനത്തെ അത് അബ്നോർമൽ ആയിട്ട് ബാധിക്കാം. അതുകൊണ്ട് തന്നെ അതിന്റെ സപ്ലിമെന്റും ചിലപ്പോൾ IBS ഉള്ള രോഗികൾ എടുക്കേണ്ടി വന്നേക്കാം. ഇതുകൂടാതെ പല വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും ഡെഫിഷ്യൻസി IBS പോലുള്ള ദഹന പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് വന്നേക്കാം. എന്നാലും കോമൺ ആയിട്ട് കണ്ട് വരുന്ന ഒരു 3 ഡെഫിഷ്യൻസീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഉണ്ടോ എന്ന് അറിഞ്ഞ് അത് ചെക്ക് ചെയ്തിട്ട് അതിനാവശ്യമായ സപ്ലിമെന്റ് എടുത്തത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.